ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോവിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് സ്കൂളൊന്നും തുറക്കാത്തതുകൊണ്ട് എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പിന്നിലാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് യൂട്യൂബ് വഴി ഓൺലൈൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് എന്നോട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് ചോദിച്ചത് എല്ലാവരും അധ്യാപകർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകർക്ക് വേണ്ടിയും യൂട്യൂബ് ചാനൽ ഭാവിയിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം, എന്തൊക്കെ സെറ്റിങ്സ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനൽ എല്ലാവർക്കും വിസിബിളായ ഒരു ചാനലായിട്ട് വരുന്നത്, നമുക്ക് പിന്നെ വേണ്ട ഫീച്ചേഴ്സൊക്കെ എങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിതിൽ എൻ്റെ കമ്പ്യൂട്ടറിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്കിത് ഫോണിലും ചെയ്യാൻ പറ്റും. ഫോണിൽ ചെയ്യാൻ വേണ്ടി UC ബ്രൗസറോ അല്ലാന്നുണ്ടെങ്കിൽ ഒപ്പേറ ബ്രൗസറോ ഗൂഗിൾ ക്രോമിലോ പോയിട്ട് മേളിൽ ഓപ്ഷൻസിൽ പോകുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് യൂട്യൂബിൽ കയറി ഇതുപോലെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതാണ്. കാര്യം അത് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. പോരാത്തതിന് നിങ്ങൾക്ക് ഫോണിൽ ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം കമ്പ്യൂട്ടറിൽ ചെയ്ത് തീർക്കാൻ സാധിക്കും. കാര്യം നമുക്ക് കമ്പ്യൂട്ടറിലാകുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എല്ലാം കുറച്ച് വലുതായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലാകുമ്പോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആകെ വേണ്ടത് ഒരു Gmail ID മാത്രമാണ്. Gmail ID വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പേ യൂസ് ചെയ്ത് Gmail ID യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പുതിയതായിട്ടൊരു Gmail ID സ്റ്റാർട്ട് ചെയ്തു. പോരാത്തതിന് ഞാനത് സൈൻ ഇൻ ചെയ്തിട്ടിട്ടുണ്ട്. സോ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രൗസറിൽ പോയി യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്ത് യൂട്യൂബിൽ കയറുക. സോ നമ്മൾ നേരത്തെ സൈൻ ചെയ്തിട്ടതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മൾ ഓൾറെഡി സൈൻ ആയിട്ട് കാണാൻ സാധിക്കും. സോ അവിടെ ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണില്ല. നമ്മൾ ഏതാണോ നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ അതായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ Gmail ID യും മറ്റു കുറേ ഫീച്ചേഴ്സും ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ അവിടെ തൊട്ട് താഴെയായിട്ട് ക്രിയേറ്റ് എ ചാനൽ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ വന്നിട്ട് അവിടെ താഴെയായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ഓപ്ഷൻ കാണും. അതിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ Gmail ID യിൽ കൊടുത്ത പേരും ആ പ്രൊഫൈൽ പിക്ക് യൂസ് ചെയ്തൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനും, പിന്നീട് റൈറ്റ് സൈഡിൽ പുതിയതായിട്ടൊരു പേരും പുതിയതായിട്ട് നമ്മൾ നൽകുന്ന പ്രൊഫൈൽ പിക്കും വെച്ച് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആ Gmail ID നിങ്ങളുടെ ചാനലിന് ഉദ്ദേശിച്ചിരിക്കുന്ന അതേ പേരാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ലെഫ്റ്റിൽ കാണുന്നത് ചൂസ് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് പുതിയൊരു പേരിൽ പുതിയൊരു പ്രൊഫൈൽ പിക്ക് ഇട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ പുതിയൊരു വിൻഡോയിലേക്ക് ചെല്ലും. അവിടെ നമുക്ക് ചാനലിന് പേര് കൊടുക്കാൻ ഒരു ഓപ്ഷനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ടെക് ടു ഇന്നോവേറ്റ് എന്ന് ജസ്റ്റ് കൊടുത്തു. അതിനുശേഷം ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ എം ക്രിയേറ്റിംഗ് എ ന്യൂ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ടിക്ക് മാർക്ക് കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കാണുന്ന ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചാനൽ ടെക് ടു ഇന്നോവേറ്റ് എന്ന് പറയുന്ന ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ലെറ്റർ T ആയതുകൊണ്ട് T ആണ് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ. സോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അത് വേണമെങ്കിൽ ആ ക്യാമറ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലോഡ് പിക്ചേഴ്സിൽ കൊടുത്തിട്ട് നിങ്ങളുടെ ലോഗോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എങ്ങനെ ലോഗോ ചെയ്യാമെന്ന് ഉള്ളൊരു വീഡിയോ ഇതിന് മുന്നേ എൻ്റെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെക് ടു ഇന്നോവേറ്റ് എന്ന് പറയുന്ന നമ്മുടെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ താഴേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ്സ്, ഫേസ്ബുക്ക് അക്കൗണ്ട്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള പ്രൊഫൈൽസ് എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാനൊരു ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് പ്രിവ്യൂ ആണിത്. ഇത് കാണാൻ സാധിക്കും നമ്മുടെ ലോഗോ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാനൽ കസ്റ്റമൈസ് ചെയ്യണം. അതിന് കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്ന ആ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലോഗോ വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് ചാനൽ ആർട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. സോ ആഡ് ചാനൽ ആർട്ട് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്തിട്ടിരിക്കുന്ന ചാനൽ ആർട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ എങ്ങനെ ചാനൽ ആർട്ട് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്യാം. നിങ്ങൾക്ക് അത് കണ്ട് ചാനൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചാനൽ ആർട്ട് ഓരോ ഡെസ്ക്ടോപ്പിലും ടി വിയിലും മൊബൈലിലും നോക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും വിസിബിൾ ആവുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് പക്ഷേ നമ്മൾ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് രീതിയിലായിരിക്കും ക്രോപ്പ് വരുന്നത്. സോ നമുക്കത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം തൊട്ട് താഴെ സെലക്ട് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സേവ് ചെയ്ത് കാണിച്ചിട്ട് നമ്മുടെ ചാനൽ ആർട്ട് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ചാനലിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ലോഗോയും
ഒന്ന് ചാനൽ ആർട്ടും ആയിരുന്നു. അത് രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് നമ്മുടെ ചാനലിൽ ഓൺ ചെയ്യണം. അതിന് ഇനി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പോയി യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചാനൽ അനലിറ്റിക്സും വീഡിയോസും എല്ലാം കാണാൻ സാധിക്കും. അപ്ലോഡ് വീഡിയോ ഓപ്ഷനും അവിടെ തന്നെയുണ്ട്. ഇനി താഴേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ, ഓഡിയോ ലൈബ്രറി അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഏറ്റവും താഴെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം ജനറൽ എന്ന് പറഞ്ഞാണ്, അത് കറൻസി US ഡോളറിലാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണ്ട. അതിനുശേഷം ചാനൽസിൽ പോകുമ്പോൾ കൺട്രി എന്ന ഓപ്ഷൻ കാണും. അതിൽ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ത്യ ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് മേളൊരു ഓപ്ഷൻ കാണും. അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോപ്പ എന്ന് പറഞ്ഞ യൂട്യൂബിൻ്റെ റൂളുണ്ട്. അതായത് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വീഡിയോസ് ആണെങ്കിൽ അത് മോണിറ്റൈസ് ആവില്ല എന്നൊരു ഫീച്ചർ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു കാര്യമാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷനാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയാണ് വീഡിയോസ് ചെയ്യുന്നതെന്നാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കുട്ടികൾക്ക് വേണ്ടിയായിരിക്കുന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല എന്നുള്ളൊരു ഓപ്ഷനും. അതിനുശേഷം മൂന്നാമതുള്ളത് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നമ്മളോട് യൂട്യൂബ് ഇങ്ങോട്ട് ചോദിക്കും, അതായത് കുട്ടികൾക്ക് വേണ്ടിയാണോ അല്ലയോ എന്ന്. സോ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷനാണ് മൂന്നാമത് കാണുന്നത്. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അഥവാ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ ഒരു പക്ഷേ യൂട്യൂബ് അത് നോട്ടീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണോ അല്ലയോ എന്ന് അറിഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആ മൂന്നാമത്തെ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി താഴേക്ക് ചെല്ലുമ്പോൾ ഡിസ്പ്ലേ ദ നമ്പർ ഓഫ് പീപ്പിൾ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, അതായത് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് നമ്മുടെ ഓഡിയൻസ് കാണണോ വേണ്ട എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അത് എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ആൾക്കാർ കാണാൻ സാധിക്കും, അല്ല എന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ എനേബിൾ ആണ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നീട് ബ്രാൻഡിങ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസിനും വാട്ടർമാർക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി കൂടെ. അതൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. പിന്നീട് ഫീച്ചർ എലിജിബിലിറ്റി, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഡിഫോൾട്ട് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് എനേബിൾ ആണ്. നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, കൊളാബറേറ്റ് ചെയ്യാം, പുതിയ വീഡിയോസ് പ്ലേലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഫോൺ വെരിഫിക്കേഷൻ മാത്രം ചെയ്താൽ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ 15 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസ്, കസ്റ്റം തംബ്നെയിൽ, ലൈവ് സ്ട്രീമിങ്, അപ്പീലിംഗ് കണ്ടൻറ് ID ക്ലെയിംസ്. ഈ 4 കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു 4 കാര്യങ്ങൾ, പക്ഷേ ഈ 4 അത്യാവശ്യമുള്ള കാര്യമാണ്. സോ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന വെരിഫൈ ഫോൺ നമ്പർ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. സോ നമ്മുടെ കൺട്രി ഇവിടെ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടെക്സ്റ്റ് മീ ദ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. ഫോൺ നമ്പർ എൻ്റർ ചെയ്ത ശേഷം താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ആ ടൈമിൽ നമുക്ക് ഒരു 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് വരും. അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചാനൽ വെരിഫൈഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ നേരത്തെ നമ്മൾ കാണിച്ച 4 ഫീച്ചേഴ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അവിടെ താഴെ സേവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകാം. ഇപ്പോൾ മോണിറ്റൈസേഷൻ നമുക്ക് വേണ്ടത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ വാച്ച് ടൈമാണ്. സോ ഇത് എപ്പോഴാണ് ആവുന്നത് നമുക്കറിയത്തില്ല. സോ അവിടെ നോട്ടിഫൈ മീ വെൻ ഐ ആം എലിജിബിൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇനി നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് 4000 അവർ വാച്ച് ടൈം ആകുമ്പോൾ നമുക്ക് മെയിൽ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ നമ്മുടെ വീഡിയോസ്, പ്ലേലിസ്റ്റ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നീട് അനലിറ്റിക്സ്, കമൻറ്റ്സ്, അങ്ങനെ നമ്മൾ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ കാണാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് വരാതെ വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മൾ യൂട്യൂബിലേക്ക് പോവുകയാണ്. യൂട്യൂബിലേക്ക് പോകുമ്പോൾ ഏറ്റവും മുകളിൽ ഒരു അപ്ലോഡ്, മുകളിലോട്ടൊരു ആരോ, ഡൗൺലോഡ് ചെയ്യുമ്പോൾ താഴോട്ടാണ് ആരോ, അപ്ലോഡിന് മുകളിലോട്ടൊരു ആരോ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് ഫയൽ എന്ന് താഴെ ഒരു ഓപ്ഷൻ കാണും. അതിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ഏതാണോ അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. സോ നമ്മുടെ വീഡിയോ ഇവിടെ ആഡ് ആവും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക്
ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും അത്യാവശ്യം ടൈറ്റിലാണ്. ടൈറ്റിലില്ലാതെ നമുക്കൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. ഇതിപ്പോൾ നമ്മുടെ വീഡിയോ ടൈറ്റിൽ ഏതായിരുന്നോ അതാണ് ഡിഫോൾട്ടായിട്ട് അവിടെ വരുന്നത്. അതിനുശേഷം താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനൊക്കെയുള്ള ഒരു ബോക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്താൽ മതി. സോ ഇനിയാണ് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു എല്ലാ വീഡിയോസും നമുക്ക് റിവ്യൂ ചെയ്യണം. സോ നമുക്കിവിടെ ചോദിച്ചിട്ടുണ്ട് കിഡ്സിന് വേണ്ടി ഉണ്ടാക്കിയതാണോ അല്ലയോ. സോ അവിടെ നമ്മൾ നോ എന്നടിക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് വീഡിയോ എലമെൻറ്റ്സ് ഒക്കെയാണ്, നമുക്കത് പിന്നീട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മുടെ വിസിബിലിറ്റി വരുന്നത്. ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തന്നെ പല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ പോലെ പബ്ലിക്കായിട്ട് എൻ്റെ ചാനലിലോ വീഡിയോസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ചാനലുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റായിട്ട് ചാനലുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അൺലിസ്റ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് പബ്ലിക്കും അൺലിസ്റ്റഡും ആണ്. അപ്പോൾ അൺലിസ്റ്റഡ് എന്ന് പറയുന്നത് നമ്മൾ അൺലിസ്റ്റ് ചെയ്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ലിങ്ക് ഷെയർ ചെയ്താൽ മാത്രമേ ആ വീഡിയോ ഒരാൾ കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് വീഡിയോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അൺലിസ്റ്റഡിൽ ഇടുക. അതിനുശേഷം ആ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക. അല്ല എല്ലാവർക്കും വേണ്ടിയാണ്, അതായത് യൂട്യൂബ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പബ്ലിക്കിൽ സെറ്റ് ചെയ്യുക. പബ്ലിക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് എല്ലാ ശനിയാഴ്ചയും കൃത്യം 5 മണിക്കായിരിക്കും എൻ്റെ ക്ലാസ് വരും, അല്ലെങ്കിൽ എല്ലാ ദിവസവും കൃത്യം 6 മണിക്ക് എൻ്റെ ക്ലാസ് വരുമെന്ന് പറയുമ്പോൾ സോ നമ്മൾ ചിലപ്പോൾ 6 മണിക്ക് മുന്നേ ഇടാം, 6 മണി കഴിഞ്ഞിടാം. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. സോ നമുക്കിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയിൽ എപ്പോൾ ലൈവ് ആവണമെന്ന് വെച്ച് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾ ശനിയാഴ്ച രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്തു, വൈകിട്ട് 5 മണിക്കാണ് ലൈവ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് 5 മണി ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം 5 മണിയാകുമ്പോൾ ആ വീഡിയോ അവൈലബിൾ ആവും. സോ അതാണ് ആ ഒരു ഓപ്ഷൻ. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അൺലിസ്റ്റഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കാണാൻ സാധിക്കും. അത് കോപ്പി ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ അവർക്ക് ഇട്ട് കൊടുക്കുക. സോ ഇത്രയാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. സോ ഇതാണ് പലരും എങ്ങനെയാണ് പ്രൈവറ്റ് ചാനൽ തുടങ്ങുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം എങ്ങനെ ചാനൽ തുടങ്ങുക എന്നൊക്കെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. പിന്നെ നമ്മുടെ വീഡിയോ അൺലിസ്റ്റഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺലിസ്റ്റഡ് മാറ്റി പ്രൈവറ്റോ പബ്ലിക്കോ ആക്കാൻ സാധിക്കും. പിന്നീട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ അനലിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസ്, വാച്ച് ടൈം, സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് റീച്ചിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോസ് ആക്കാൻ, അതായത് ലിങ്ക് ഷെയർ ചെയ്താണോ അല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്താണോ അല്ലെങ്കിൽ സജസ്റ്റഡ് വീഡിയോസിൽ വന്നാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ ഇപ്പോൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ചാനൽ തുടങ്ങി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വരെ നിങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ യൂട്യൂബിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോ എങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്നാണ് അടുത്തൊരു വീഡിയോ. അത് ഈ ചാനലിൽ വേണോ അതോ എൻ്റെ സെക്കൻഡ് ചാനലിൽ വേണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക, ഒന്നെങ്കിൽ ഈ ചാനൽ വേണമെന്ന് അല്ലെങ്കിൽ സെക്കൻഡ് ചാനൽ മതി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അതനുസരിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. മൊബൈൽ ഫോണിലും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിലും എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ള 2 സെപ്പറേറ്റ് വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.